ഹായ് ഗൈസ്. സോ എല്ലാവരും 2026 ഇലക്ഷൻ കണ്ടി കോരിതിരിച്ചിരിക്കുകയെന്ന് എനിക്കറിയാം. സോ അതിൽ ചിലയിടത്ത് വിജയവും ചിലയിടത്ത് പരാജയം നമുക്കറിയാം. അതായത് ഇപ്പോൾ ബംഗാളിലെ എലിയും പാമ്പും കളി തൊട്ട് തമിഴ്നാട്ടിലെ തലപതി എഫക്റ്റും പിന്നെ നമ്മുടെ കേരളത്തിലെ UDFന്റെ കംബാക്ക്, അത് ഒന്നൊന്നര കംബാക്കും, പിന്നെ അസാമിലെ ഹാട്രിക് വിജയവും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 4 സ്റ്റേറ്റിന്റെ സീനുകൾ, അതായത് നടക്കുന്ന ഓരോ സീനുകളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ളുടെ അവസ്ഥ പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോ പോലെയാണ്. അതായത് നമ്മുടെ വീട്ടിലൊരു പാമ്പിന് ശല്യം, എലി ശല്യം കൂടി നിൽക്കുകയാണ്. ഓക്കെ, ആ കൂടി നമുക്ക് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പാമ്പിനെ കൊണ്ടുവന്നു എലി ശല്യം കമ്മിയാക്കാൻ ചെയ്യാൻ വേണ്ടി. അതാണ് ഇപ്പോൾ ശരിക്കും ബംഗാളിൽ നടക്കുന്ന അവസ്ഥ. അതായത് എലിയെ പിടിക്കാൻ വേണ്ടി പാമ്പിനെ കൊണ്ടുവന്ന പോലെ. പിന്നെ 2026 നമ്മുടെ BJP ബംഗാൾ ഇലക്ഷനിൽ ജയിച്ചപ്പോൾ അവരിൻ്റെ വക സെലിബ്രേഷൻ ഉണ്ട്. അതെന്താന്നല്ലേ, കണ്ടോളൂ, ഇതാണ് അവൻ്റെ വക ആ സെലിബ്രേഷൻ. ഇനി TMCയുടെ പ്രതികാരം വീട്ടിൽ നമ്മുടെ ജനങ്ങൾ വോട്ട് ചെയ്താണ് ഹൈലൈറ്റ്. TMCയുടെ പ്രതികാരം വീണ, TMC ഞങ്ങൾ ദ്രോഹിച്ചിട്ട് പറഞ്ഞാൽ അതിന് പ്രതികാരം വിട്ടാൽ BJPക്ക് വോട്ട് കൊടുത്ത ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടോ, ഇത് ഹൈലൈറ്റ് ആയ കാര്യം എന്താണെന്നറിയോ, ആ BJP നിന്ന മിക്ക കാൻഡിഡേറ്റും പഴയ TMC പ്രവർത്തകരായിരുന്നു. അപ്പം ആരെ ശരിക്കും പ്രതികാരം പറ്റിയത്? അതായത് പാമ്പിനെ കൊണ്ടുവന്നപ്പോൾ എലിശല്യം പോയി, പക്ഷെ ഇപ്പോൾ പാമ്പിൻ്റെ കൂടെ താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ബംഗാളിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് അടുത്തത് തമിഴ്നാടിനെ കുറിച്ച് പോകാം. 60ഓളം വർഷമായിട്ട് ADMK DMK ഡുവോപോളിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് വിജയുടെ TVK പാർട്ടി വന്നത്. പക്ഷെ മെജോറിറ്റി ഇല്ല, അതാണ് രസം. അതായത് 118 സീറ്റ് വേണം. അതായത് തമിഴ്നാട്ടിൽ ഒരു സർക്കാർ രൂപീകരിച്ച് ഭരണം ഭരിക്കാനായിട്ട്. ഓക്കെ, അത് ഇപ്പോൾ വിജയനില്ല. വലിയായിട്ട് കാര്യം തൊട്ടെ കോൺഗ്രസ് എന്ത് ചെയ്തു, DMK തേച്ചുണ്ടായിരുന്നു. അത് പിന്നെ തടിച്ചു പോകുന്നേ. പിന്നെ ഇപ്പം എന്ത് ചെയ്തു, വിജയിന്റെ TVK പാർട്ടിന്റെ ഒപ്പം പോയി. ഇപ്പൊ അവരച്ഛനും മക്കളും ഒരു രസമുള്ള കാര്യം എന്ന് വെച്ചാൽ CPIM പിന്നെ അങ്ങനെ ചെറിയ പാർട്ടികളുണ്ട് തമിഴ്നാട്ടിൽ, ചെറിയ പാർട്ടികൾ. അവരെന്താണ് ഇപ്പോഴും DMKയുടെ അലയൻസിന്റെ ഒപ്പമാണെന്നാണ് ഇപ്പത്തേക്ക് പറയുന്നത്. ഇനി രാഷ്ട്രീയമാണ്, വാക്ക് മാറാണ്ടിരിക്കാം. ഓക്കെ, ഒരു ചർച്ച എന്ന് വെച്ചാൽ നമ്മുടെ ADMK DMK ചേർന്നൊരു കോയിലേഷൻ ഉണ്ടാക്കുന്നതാണ്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നാട്ടിൽ പെണ്ണ് കിട്ടാതെ സ്വന്തം അനിയത്തിയെ, അതായത് സ്വന്തം പെങ്ങളെ കെട്ടുന്നതിന് സമമാണെന്നാണ് ചിലവർ തമിഴ്നാട്ടിൽ ചിലവരുടെ കമന്റ്സ് ഞാൻ കേട്ടത്. അതായത് ഇവർ രണ്ടുപേരും മേരി ദുഷ്മൻ പറഞ്ഞ ടീമുകളാണ്. അവര് സഖ്യം ചേരാ പറയുന്നത് ക്വൈറ്റ് ഇമ്പോസിബിൾ ആണ്, പക്ഷേ സ്റ്റിൽ രാഷ്ട്രീയമാണ്, മാറാം. ഇനി നമ്മളെ കേരളത്തേക്ക് വരുമ്പോൾ 10 വർഷം ഭരിച്ചിരുന്ന LDF സർക്കാരിന്റെ ഭരണം അതിന്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ UDFന്റെ ഒരു കംബാക്കാണ് നമ്മൾ കണ്ടത് ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിലൂടെ. ഓക്കെ, സോഷ്യൽ മീഡിയ പറഞ്ഞപ്പോൾ വേറൊരാളുടെ ഓർമ്മ കൂടി എനിക്ക് വന്ന്. അതാരാന്ന് അറിയട്ടെ, അഖിൽ മാരാരും പിന്നെ അഞ്ജലി നായരും. ഈ 2 സ്ഥാനാർത്ഥികളും ഇവർക്ക് പറഞ്ഞ സങ്കടം എന്ന് പറഞ്ഞാൽ എന്താണ്, സോഷ്യൽ മീഡിയ ട്രോളന്മാർ ട്രോളി അങ്ങോട്ട് കൊന്നു ഇവരെ. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇനി ആസാം ഇലക്ഷൻ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാം.